ഒരു മമ്മൂട്ടി സിനിമയുടെ ഒപ്പം ലാലേട്ടൻ സിനിമ എന്ന് പറയുന്ന ഒരു ക്ലാഷ് കണ്ടിട്ട് കുറെ നാളായല്ലേ. തമിഴ് സിനിമയിലൊക്കെ നമ്മൾ അജിത് വേഴ്സസ് വിജയ് പടം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു ക്ലാഷാണ് ഇക്ക വേഴ്സസ് ഏട്ടൻ ക്ലാഷ്. അതാണ് മക്കളെ സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ ഈ കേട്ടത് ശരിയാണെന്നുണ്ടെങ്കിൽ ആസ് പെർ ദ ലേറ്റസ്റ്റ് റൂമർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ ഒരു ഗംഭീര വരവ് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ ഓട്ടത്തിൽ, ഈ പോരാട്ടത്തിൽ ആര് ജയിക്കും എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഏത് സിനിമയായിരിക്കും ലാലേട്ടനും മമ്മൂക്കിയിട്ട് വന്നേക്കുന്ന ഒരു ക്ലാഷ് സിനിമ എന്നുള്ളൊരു കാര്യം ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം. കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസുള്ള രണ്ട് ആക്ടേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഈ അടുത്ത കാലത്ത് നമുക്കറിയാം മമ്മൂക്കിയുടെ കുറേ പടങ്ങൾ നന്നായിട്ട് വിജയിക്കുന്നുണ്ട്, പക്ഷേ ലാലേട്ടൻ്റെ ചില പടങ്ങൾ മോശമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ലാലേട്ടൻ്റെ ഈ പടത്തിൽ എന്തോ എനിക്കൊരു വിശ്വാസമുണ്ട്. കാരണം ഒരു 3D പടം ആയതുകൊണ്ടും ലാലേട്ടൻ്റെ ഡയറക്ടോറിയൽ പടം എന്നുള്ളൊരു പ്രത്യേകത ഉള്ളതുകൊണ്ടും ആൻഡ് ഗംഭീരമാണ് ഒരു സംഭവമൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. ടർബോ സിനിമയുടെ അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് പരിപാടി ആരംഭിക്കാം. മമ്മൂക്കയുടെ ടർബോ എന്ന് പറയുന്ന സിനിമ, മമ്മൂക്കയുടെ ടർബോ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന എത്ര പേരുണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. മമ്മൂക്ക ഫാൻസ് ഓഫ് കോഴ്സ് ഈ സിനിമയുടെ വലിയൊരു ഫാൻസ് തന്നെയായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മയുഗ സിനിമയ്ക്ക് ശേഷം മമ്മൂക്കയുടെ അടുത്തൊരു അവതാരം, അതായത് ഒരു പ്യുവർ എൻ്റർടൈനർ ആയിട്ടുള്ള ഒരു സംഭവം വരുന്ന സമയത്ത് ഞാൻ ഈ സിനിമയിൽ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്യുവർ കോമഡി പ്ലസ് മാസ് ആയിട്ടുള്ള സിനിമയാണ്. അതായത് ഞാൻ പണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, മമ്മൂക്കയുടെ ഈ മാസ് പ്ലസ് കോമഡി ആയിട്ടുള്ള സിനിമകൾ, ചെറിയ ഹ്യൂമറുള്ള സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫോർ എക്സാമ്പിൾ തുറുപ്പുകൊലാൻ, തൊമ്മന മക്കളും ഇങ്ങനെയുള്ള സിനിമകൾക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്കയുടെ രണ്ട് അവതാരമൊക്കെ എനിക്ക് കാണാൻ പറ്റാറുണ്ട്. സോ ഇങ്ങനെ ഒരു മിക്സിലുള്ള ഒരു കോമ്പിനേഷനിൽ വരാൻ പോകുന്ന ഒരു സിനിമ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന സിനിമയാണ് ടർബോ എന്ന് പറയുന്നത്. ടർബോ സിനിമയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഓൾറെഡി ഇന്നലെ വരും എന്നുള്ളൊരു കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്, പക്ഷേ ഇന്നലെ വന്നായിരുന്നില്ല. ടർബോ സിനിമയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്ററാണ് വന്നേക്കുന്നത്. ആക്ച്വലി ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ടീസറിന് എന്തെങ്കിലും ഒരു ഗ്ലിംസ് എങ്കിലും വരും എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. കാരണം ഇന്നലെ തന്നെ ഒരു ചെറിയൊരു സാധനം വന്നായിരുന്നു. ഈ ഒരു ടീസർ വരാൻ പോകുന്നതിനെ കുറിച്ച് ചെറിയൊരു അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് ചെറിയൊരു ലീക്കായിരുന്നു. ഇത് കണ്ടേക്കുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചൊരു കാര്യം, ഇന്ന് അതിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ട് നാളെ ഈ സിനിമയുടെ ടീസർ വരും എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. നാളെ വരുമെന്ന് പ്രതീക്ഷിക്കാം, നമുക്കറിയില്ല. എനിവേസ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു പോസ്റ്റർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് മമ്മൂക്ക തന്നെയാണ്. മമ്മൂക്ക ഒരു ബാറ്റ് പിടിച്ചിരിക്കുന്ന പോലെയായിരുന്നു എനിക്ക് ആദ്യം ഫീൽ ചെയ്തെന്നുണ്ടെങ്കിലും പിന്നീട് നോക്കുന്ന സമയത്താണ് ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. ടർബോ മോഡ് ആക്ടിവേറ്റഡ് എന്ന് പറയുന്ന തരത്തിൽ ടർബോ മോഡിലോട്ട് ആയിക്കൊണ്ട് ആരെയോ അടിക്കുന്ന ഒരു സീനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് എനിക്കിത് കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റിയത് സൈലൻസർ ആണെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത്. അതായത് ഈ ബൈക്കിൻ്റെ ഒക്കെ സൈലൻസർ, അങ്ങനത്തെ ഒരു സൈലൻസർ വെച്ചിട്ടാണ് ഈ പെടയ്ക്കുന്നത്. അപ്പോൾ ഏതൊരു സീനകത്ത് നല്ലൊരു ഫൈറ്റ് സീക്വൻസിൻ്റെ അതിൽ എടുത്തേക്കുന്ന ഒരു ഷോട്ടാണെന്ന് തോന്നുന്നു. മിക്ക ഷോട്ടുകളും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള അപ്ഡേറ്റുകളൊക്കെ കാണാൻ പറ്റുന്നത് ഈ സെയിം ഷർട്ട് ഇട്ടിട്ടുള്ളൊരു പിക്ക് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ എനിവേസ് ഈ ഒരു സിനിമ എന്ന് പറയുന്ന പക്ക മാസ് ആക്ഷൻ പടം എന്ന് പറയുന്ന സമയത്ത് ഈ സിനിമയെ കുറിച്ചുള്ള കൂടുതൽ ഗ്ലിംസുകളോ അല്ലെങ്കിൽ വീഡിയോകളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളൊരു ഈ സിനിമയുടെ ഒരു ഡിമെറിറ്റ് തന്നെയാണ്. അത് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ സിനിമയിൽ കൂടുതൽ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് ഇപ്പോൾ നിവിൻ പോളിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയുടെ ടീസർ വന്നേക്കുന്ന സമയത്ത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ഫൺ മൂഡിൽ വരുന്നൊരു സിനിമ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ പോലും ആ സിനിമ ആക്ച്വലി ഒരു ഫൺ മൂഡല്ല എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത്. എനിവേസ് ടീസർ ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് ഈ സിനിമയുടെ ഒരു എഫക്ട് എന്താണെന്നൊരു കാര്യം പറയാൻ പറ്റും. ഇറങ്ങാനായിട്ട് പോകുന്നത് 23-ാം തീയതിയാണ്, അതായത് മെയ് മാസം 23-ാം തീയതിയാണ് ഇറങ്ങാനായിട്ട് പോകുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചൊരു കാര്യം എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയ് മാസം 23-ാം തീയതി വരാൻ പോകുന്ന മറ്റൊരു സിനിമയാണ്. Using the top of the line 3D facility available in the world today. അല്ലാതൊരു മലയാള സിനിമ ആയതുകൊണ്ട് ഒരു വില കുറഞ്ഞ സാധനമൊന്നുമല്ല. ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ടെക്നോളജി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം മലയാളത്തിൽ ഇപ്പോൾ ഈ കൊല്ലം എന്ന് പറയുന്നത് നല്ല ഗംഭീരമായിട്ടുള്ള സിനിമകളാണ് ഓരോ മാസം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇറങ്ങുന്ന എല്ലാ സിനിമകളും 50 കോടി 100 കോടി അടിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണാൻ പറ്റുന്നത്. മെയ് മാസത്തിൽ ഇറങ്ങാൻ പോകുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചിരുന്ന സിനിമ എന്ന് പറയുന്നത് ടർബോ തന്നെയായിരുന്നു. കാരണം ടർബോ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് മമ്മൂക്കയുടെ മറ്റൊരു അവതാരം, മമ്മൂക്ക തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, സോഷ്യൽ മീഡിയയിലാണെങ്കിലും സിനിമയിലാണെന്നുണ്ടെങ്കിലും. പക്ഷേ അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് മറ്റൊരു ഗംഭീരമാണ് ഒരു സിനിമയുടെ ഒരു അപ്ഡേറ്റ് കൂടി കാണാൻ പറ്റിയത്. ഇത് 90% കറക്റ്റ് ആണെന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ബറോസ് എന്ന് പറയുന്ന ലാലേട്ടന്റെ ഡയറക്ടോറിയൽ സിനിമ, ലാലേട്ടന്റെ ആദ്യത്തെ ഡയറക്ഷനിൽ വന്നിരിക്കുന്ന സിനിമയാണ് ബറോസ് എന്ന് പറയുന്നത്. ലാലേട്ടൻ അഭിനയിച്ചേക്കുന്ന സിനിമയാണ് ബറോസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ഒരു 3D സിനിമയായിട്ട് വരാൻ പോകുന്ന വലിയൊരു ക്യാൻവാസിൽ വരാൻ പോകുന്ന ഒരു സിനിമയാണ് ബറോസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സിനിമ, ഇങ്ങനെ ഒരു പാറ്റേണിൽ വരുന്ന ഒരു സിനിമ സപ്പോസ് ടർബോ സിനിമയുടെ ഒരു കോമ്പിനേഷൻ വരാണെന്നുണ്ടെങ്കിൽ, ഒരു ക്ലാഷ് റിലീസിന് വരാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ ചിന്തിച്ചിരുന്നൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ ആസ് പെർ ദ റീസെന്റ് റിപ്പോർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടർബോ സിനിമ റിലീസ് ചെയ്യുന്ന കൺഫേം ചെയ്തേക്കുന്ന 23-ാം തീയതി തന്നെയാണ് ബറോസ് സിനിമ ഇറങ്ങാനായിട്ട് ചാൻസ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു മോഹൻലാൽ വേഴ്സസ് മമ്മൂട്ടി ക്ലാഷ് വരുന്ന സമയത്ത് ആരായിരിക്കും ജയിക്കുക? കാരണം രണ്ട് ജോണറാണ്. നമുക്കറിയാം മലയാളത്തിൽ വന്നേക്കുന്ന 2 സിനിമകൾ അല്ലെങ്കിൽ 3 സിനിമകൾക്ക് ഒന്നിച്ച് വന്നേക്കുന്ന സമയത്ത് പോലും ഈ 3 സിനിമകൾക്ക് നല്ല രീതിക്കുള്ള അഭിപ്രായങ്ങൾ കിട്ടിയേക്കുന്ന ഒരു സമയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കളക്ഷൻ കിട്ടില്ല എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ 2 സിനിമകളും റിലീസാവുന്ന സമയത്ത് രണ്ട് ജോണറിൽ വരുന്ന സിനിമകൾ എന്ന് പറയുന്ന സമയത്ത് ആരുടെ സിനിമയായിരിക്കും ഏറ്റവും കൂടുതൽ വിജയിക്കാം? അതായത് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന സിനിമയാണ് ടർബോ എന്ന് പറയുന്ന സമയത്ത് പോലും
മറ്റൊരു സൈഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ടെക്നീഷ്യൻസ് വർക്ക് ചെയ്തേക്കുന്ന ഒരു ടീം തന്നെയാണ് ബറോസിന്റെ ടീം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഒരു വലിയ ക്യാൻവാസ് വരുന്ന ബറോസ് ആയിരിക്കോ ടർബോ ആയിരിക്കോ, നിങ്ങൾ ആദ്യം തന്നെ പോയി കാണാം ഏത് സിനിമയായിരിക്കും വിജയിക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. ഗോട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ഗ്ലിംസ് നമ്മൾ കണ്ടായിരുന്നു, ഫസ്റ്റ് വീഡിയോ സോങ് നമ്മൾ കണ്ടായിരുന്നു. പാട്ട് കേട്ടേക്കുന്ന സമയത്ത് വിസിൽ പോഡ് എന്ന് പറയുന്ന ഒരു പാട്ട് കാര്യമായിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്രയും ക്ലിക്ക് ആയില്ല. ഞാൻ വിചാരിച്ചു കേൾക്കുന്തോറും ഇങ്ങനെ സെറ്റായി വരും എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ഇപ്പോൾ കൂലി ബീജിയം ഞാൻ ആദ്യം കേൾക്കുന്ന സമയത്ത് കൂലി ബീജി അത്രയായിട്ട് കണക്ട് ആയില്ല എന്നുണ്ടെങ്കിലും പിന്നീട് കേൾക്കുന്നവർ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടേക്കുന്ന ഒരു ബീജിയം തന്നെയായിരുന്നു കൂലി എന്ന് പറയുന്നത്. പക്ഷേ മറ്റ് ബീജിയങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുന്നത്, ഞാൻ ലോകേഷ് കനകരാജിന്റെ മറ്റ് സിനിമകളെ വെച്ചൊന്നും കമ്പയർ ചെയ്യുന്നില്ല, പക്ഷേ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ഈ ഒരു ഗ്ലിംസ് എന്ന് പറയുന്നതും. പക്ഷേ വിസിൽ ബോർഡ് എന്ന് പറയുന്നത് ബേസിക്കലി അത്രയും സെറ്റ് ആയിരുന്നില്ല എനിക്ക് പേഴ്സണലി. പല ആൾക്കാർക്ക് അതിനായിരിക്കും അവരുടെ അഭിപ്രായം എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഗ്ലിംസ് വന്നു. ഇനി എന്താണ് അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്ലിംസ് അടുത്ത മാസം അവസാനം അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് വരാനായിട്ട് പോകുന്നുണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതും ഒരു സോങ് തന്നെയാണ്. സോങ് എന്ന് പറയുന്ന സമയത്ത് സോങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പേ തന്നെ ഒരു വലിയ റൂമർ ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്കകത്ത് ട്രിഷ അഭിനയിക്കുന്നുള്ളൊരു കാര്യം. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് പ്രകാരം ഗോഡ് സിനിമയുടെ സെക്കൻഡ് സിംഗിൾ വരാൻ പോകുന്ന ഒരു പാട്ട് എന്ന് പറയുന്ന ഒരു ഡാൻസ് സോങ് ആണ്. ട്രിഷയാണ് മെയിൻ ആയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ട്രിഷയുടെ ഒരു ഡാൻസ് സോങ് ആണ് വരാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ട്രിഷ കോമ്പിനേഷൻ വരാൻ പോകുന്ന ഡാൻസ് സോങ് ആണെന്നുള്ള കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് അപ്ഡേറ്റുകൾ ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഡയറക്ടറിനെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗോഡ് സിനിമയുടെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നത് ഒരുപാട് അപ്ഡേറ്റുകളാണ്, 1-2 ഒരുപാട് അപ്ഡേറ്റുകൾ വരാൻ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് വലിയൊരു പ്രതീക്ഷ ഇതുവരെ വന്നിട്ടില്ല. കാരണം ഇതുവരെ വന്നിരിക്കുന്ന സാധനങ്ങളിൽ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാധനങ്ങൾ വിജയുടെ ഈ ഒരു സിനിമയിൽ വന്നിട്ടില്ല. ഞാൻ കമ്പയർ ചെയ്യുന്നത് എപ്പോഴും കമ്പയർ ചെയ്യുന്നതല്ല, നമ്മൾ ഇതിനു മുമ്പ് വിജയുടെ ഒരു വലിയൊരു കിടുക്കം പടം കണ്ടിട്ട് നിൽക്കുന്ന സമയത്ത് അടുത്ത പടം അതിനേക്കാളും ബെറ്റർ ആവണമെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നല്ലേ. ആ ഒരു ലെവലിൽ തന്നേക്കുന്ന ഒരു അപ്ഡേറ്റ് അല്ല ഇതുവരെയും ഗോട്ടിന്റെ അപ്ഡേറ്റ് എന്നുള്ളൊരു കാര്യം തന്നെ പറയേണ്ടി വരും. എനിവേസ് എന്താണ് സംഭവിക്കുക എന്നുള്ളൊരു കാര്യം നമുക്ക് കണ്ടനറിയാം. നാളെ ഇറങ്ങാൻ പോകുന്ന സിനിമയാണ്, ഏപ്രിൽ 1-ാം തീയതി ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന നിവിൻ പോളിയുടെ സിനിമ. ഈ സിനിമയെ കുറിച്ചുള്ള കാര്യം നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇതുവരെ വന്നേക്കുന്ന അപ്ഡേറ്റുകൾ കാണുന്ന സമയത്ത് ഇതൊരു കോമഡി ആണെന്നുള്ളൊരു കാര്യം സംശയിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ വന്നേക്കുന്ന ടീസർ കണ്ടേക്കുന്ന സമയത്ത് ഇതൊരു കോമഡി അല്ല, പക്ക ഒരു ട്രാജഡി ആയിട്ട് പോകുന്ന ഒരു സിനിമ എന്നുള്ളൊരു കാര്യം തന്നെയാണ് തോന്നിയത്. നാളെ ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് മാത്രമായിരിക്കും ഈ സിനിമയെ കുറിച്ച് എന്താണെന്നൊരു കാര്യം പറയാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിലും ഇതുവരെ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് പ്രകാരം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു പക്ക പൊളിറ്റിക്സ് സംസാരിക്കുന്ന ഒരു സിനിമ ആയിരിക്കും എന്നൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രത്യേക പാർട്ടിയോടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്, അതല്ലെങ്കിൽ അവരോടുള്ള പ്രതിഷേധം തന്നെയാണ് ഈ സിനിമയിൽ പറയാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നു. എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കണ്ടന്നെ അറിയണം. കാരണം എനിക്ക് ഇതുവരെയും കാര്യമായിട്ടൊരു എക്സ്പെക്ടേഷൻ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ സംഭവങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. എനിവേസ് നാളെ സിനിമ ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് സിനിമയുടെ ഒരു ലെവൽ എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ലാലേട്ടൻ വേഴ്സസ് മമ്മൂക്ക കോമ്പിനേഷനിൽ ഒരു സിനിമ വരാണെന്നുണ്ടെങ്കിൽ, ഐ മീൻ രണ്ട് സിനിമകളുടെ ഒരു ക്ലാഷ് വരാണെന്നുണ്ടെങ്കിൽ ഏത് സിനിമയായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ആദ്യം പോയി കാണാം, ഏത് സിനിമയിലായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ വിജയിപ്പിക്കുക? എനിക്കറിയാം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ സ്റ്റാറിന്റെ പടം എന്നുള്ളൊരു സംഭവമൊക്കെ വെറും ഒരു ടാഗ് ലൈൻ മാത്രമാണ്. നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ആൾക്കാർ പോയി കാണുള്ളൂ. അതിപ്പോൾ സ്റ്റാർ മെറ്റീരിയൽ അല്ലെങ്കിൽ പോലും ആൾക്കാർ പോയി കാണും. പക്ഷേ ബീങ് എ സ്റ്റാർ, ഒരു സ്റ്റാർ പടം വരുന്ന സമയത്ത്, സ്റ്റാർ പടം എന്ന് പറയുന്നത് ആഘോഷിക്കാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഏത് സിനിമയായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പ്രിഫർ ചെയ്യാന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ലാലേട്ടനാണോ മമ്മൂക്കയാണോ എന്നുള്ളൊരു ചോദ്യം ചുമ്മാ ഒരു ഫൺ ക്വസ്റ്റൻ ആണ്. ആർക്കാണെന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലൂടെ ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ച് തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി നമുക്കാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റ് എല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. വീഡിയോ മാക്സിമം പേരിലൂടെ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ നോട്ട്സ് ബെസ്റ്റ് സൈനിങ് ഔട്ട്. ബൈ.